ഇന്നത്തെ വചനത്തിൽ പറയുകയാണ് ഭൂമിയിൽ നിക്ഷേപം കരുതി. ഈ ഭൂമിയിലുള്ളതാണ് എല്ലാ നിക്ഷേപങ്ങളും. ഈ ഭൂമിയിൽ മണ്ണുണ്ട്, ലോഹങ്ങളുണ്ട്, പദാർത്ഥങ്ങളുണ്ട്, വളരെ റയറായിട്ട് കിട്ടുന്ന വസ്തുക്കളുണ്ട്, കേടുവരാത്തതാണ് സ്വർണം. അപ്പോൾ തുരുമ്പം കിടങ്ങളും നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതിക്ക് അവിടെ തുരുമ്പം കിടങ്ങളും നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. ഈ സ്വർഗത്തിലെ നിക്ഷേപം സ്വർണമോ കനകമോ അങ്ങനെയുള്ളതൊന്നുമല്ല. ഇത് സൽപ്രവർത്തികളാണ്. ആരും മോഷ്ടിച്ചെടുക്കുകയില്ല. ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു കേട്ടു, പത്രത്തിന്റെ വാർത്തയെടുത്തു. 13 വയസ്സുകാരെത്തി അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരു മുത്തച്ഛനെ കൊട്ടേഷൻ കൊടുത്തു. ഒക്കെ പ്രിയപ്പെട്ട അനുഭവങ്ങൾ വിദ്യാർത്ഥികളെ കൂടി അവരെ പറഞ്ഞയക്കുക. വീട്ടിൽ എങ്ങനെ പ്രവേശിക്കണം, എങ്ങനെ കൊല്ലണം. എന്തായാലും അയാളെ അവിടെ വീട്ടിൽ അവർ പ്രവേശിച്ചു. ഉള്ള മാർഗങ്ങളുണ്ടാക്കി മുത്തച്ഛനെ കൊല ചെയ്തു. അവർക്കറിയാമായിരുന്നു അവിടെ കുറച്ച് സ്വർണ്ണം കിട്ടുന്നത്. 4.5 പവൻ സ്വർണം. അതും അവർ മോഷ്ടിച്ചു, കുറച്ചു വിറ്റു. പോലീസ് പിടിച്ചു. പിന്നെ പോലീസ് കസ്റ്റഡിയിലായി. പ്രായപ്പെടുന്ന പിള്ളേരാണ്. ഒത്തിരി 16-17 വയസ്സ് കൂടുതലൊന്നുമില്ല. അപ്പോൾ അതിന് കൂട്ടുനിൽക്കുകയും അതിന് കൊട്ടേഷൻ കൊടുക്കുകയും ചെയ്തതാര വീടുമായിട്ട് ബന്ധപ്പെട്ട 13 വയസ്സുകാരത്തെയാണ്. അവരുടെ ചിന്തകള് അപ്പൊ സ്വർണം മാത്രമല്ല, മുത്തച്ഛനോട് വിരോധം കാണുമായിരിക്കും. എല്ലാം കൂടെ കൂടിയപ്പോഴാണ് അവൾ ഈ മറ്റുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തത്. ഇതിനെ വരും വരായികൾ ചിന്തിക്കാനായിട്ടുള്ള ചിന്താശക്തി ഇല്ലാത്ത ചെറുപ്പക്കാർ പിള്ളേര് ചെയ്യാൻ അരുതാത്തതല്ല, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ നിക്ഷേപം എന്ന് പറയുന്നത് സ്വർണമല്ല. ഇപ്പൊ സ്വർണം വീട്ടിൽ വെച്ചിരിക്കുന്നു, വേറെ ആളുകൾ ചിന്തിച്ചു അത് സ്വന്തം കൈക്കലാക്കി കഴിഞ്ഞാൽ തങ്ങളുടേതാകും, തങ്ങൾക്ക് സുഭിക്ഷമായിട്ട് കഴിയാമല്ലാതെ ചിലവഴിക്കാമെന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ 2 വിശുദ്ധരുടെ തിരുനാൾ ആചരിക്കുക, അമ്മയും മകനും. സാധാരണ സഭയുടെ ചരിത്രത്തിൽ അമ്മയും മകനും വിശുദ്ധരായിട്ടുള്ള കാര്യങ്ങളില്ല. ഈ അമ്മ എന്ന് പറയുന്നത് എല്ലാ മാതാക്കളെയും മാതൃകയായിട്ട് വെച്ചിരിക്കുന്ന ഒരു വിശുദ്ധയാണ്, വിശുദ്ധ മോനിക്ക. അമ്മമാരുടെ മധ്യസ്ഥയായിട്ട് വെച്ചിരിക്കുന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ മോനിക്ക. മോനിക്കയുടെ ഭർത്താവ് പട്രീഷ്യസ്, ഇയാള് വിശ്വാസത്തിലേക്ക് കടന്നു വരികയും മാംസം സ്വീകരിച്ചില്ല. അപ്പോൾ ആദിമ ശതകത്തിലാണ്. സഭയ്ക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. 380കളുടെയൊക്കെ കാലഘട്ടത്തിലാണ് ഇവര് ജീവിച്ചിരുന്നത്. അഗസ്റ്റിൻ മരിക്കുന്നത് 430ലാണ്. അപ്പോൾ ഈ മോനിക്കായുടെ മകനാണ് പ്രഗത്ഭനായ സഭാപാരകനായ വിശുദ്ധ അഗസ്റ്റിൻ. അഗസ്റ്റിനെയും മാംസാമുഖിയില്ല, കാരണം പിതാവ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നില്ല. ഇവള് വിശ്വാസം അനുസരിച്ച് ജീവിച്ച നല്ല ഒരു കുടുംബിനിയായിരുന്നു. അപ്പോൾ ഈ മാതാക്കൾക്കെല്ലാം മാതൃകയാണ് ഈ അമ്മ. ആഫ്രിക്കയില് 331 തഗാസ്ത എന്ന സ്ഥലത്ത് ഇവള് ജനിച്ചത്. അപ്പൊ ഈ അമ്മ വിവാഹം കഴിച്ചത് അന്നത്തെ കാലത്ത് ക്രൈസ്തവ പാരമ്പര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും ക്രമീകരിക്കപ്പെട്ടിരുന്നില്ല. സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. വിശ്വാസത്തിന് അതൊക്കെ കിട്ടിയിട്ട് അധികാരങ്ങളായില്ല. അങ്ങനെയുള്ള കാലഘട്ടത്തില് പട്രീഷ്യസ് എന്ന് പറയുന്ന ഈ ഭർത്താവ് ശുദ്ധിക്കാരൻ, മുഖ്യ ദേഷ്യമുള്ള ആളാണ്. പക്ഷേ ഈ നല്ല അമ്മ ഒന്നും എതിര് പറഞ്ഞില്ല. നല്ല ഭാര്യ അഗസ്റ്റിന്റെ അമ്മ മോനിക്ക എതിരൊന്നും പറഞ്ഞില്ല. ഭർത്താവിനെ വേണ്ടി കുറ്റവും പറഞ്ഞില്ല, എതിരും പറഞ്ഞില്ല. അങ്ങനെ കലകൊണ്ടാക്കാതെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം ചിലവഴിച്ച നന്മ നിറഞ്ഞ ഒരു വനിതാ രക്തമായിരുന്നു വിശുദ്ധ മോനിക്ക. എല്ലാ മാതാക്കൾക്കും മാതൃകയാണ്. ക്ഷിപ്രകോപിയായിരുന്നു, പെട്ടെന്ന് കോപിക്കും. ചിലർക്ക് ഇങ്ങനെ കോപമുള്ളത്. ഈ കോപം നല്ലതല്ല എന്നാ പറയുന്നത്. ശാരീരിക ആരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും നല്ലതല്ല കോപം. അപ്പോൾ ഈ
മോനിക്കയുടെ പ്രാർത്ഥന വഴിയായിട്ട് പട്രീഷ്യസ് മരണത്തിന് മുമ്പ് മാംവിശ്വാസിക്കുകയും വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. അപ്പോൾ ക്ഷമയുടെ, ദീർഘക്ഷമയുടെ ഒരു മാതൃകയാണ് ഈ മോനിക്ക പുണ്യവതി. ഈ മകന്റെ കാര്യം, 2 മക്കളുണ്ടായിരുന്നു. മകന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അഗസ്റ്റിൻ. ഈ അഗസ്റ്റിൻ വേണ്ടത്ര വിദ്യാഭ്യാസം കൊടുത്തു. റെട്രിക് എന്നുള്ള ശാസ്ത്രം, അന്ന് ഇന്നത്തെ ഒക്കെയോടി പോലെ തർക്കശാസ്ത്രങ്ങള്, അതുപോലെ പ്രസംഗകല, ഇതൊക്കെ ഉപരിപഠനം നടത്തിയത് കാർത്തേജില്, പിന്നീട് മിലാനിലും റോമിലും ഒക്കെ പഠനം നടത്തി. അവസാനം മിലാനിൽ ജോലി ചെയ്യാണ്. അപ്പോൾ ഈ മകൻ അമ്മയോട് പറയാതെ, അമ്മയെ കൂട്ടാതെയാണ് പോകുന്നത്. കപ്പൽ കയറിയിട്ട് റോമിലേക്ക് പോയി മകൻ. അപ്പോൾ പിന്നാലെ അടുത്ത കപ്പലിൽ അമ്മയും കയറി. അപ്പൊ മകനെ ഇങ്ങനെ ഇഷ്ടത്തിന്, താമസത്തിന് വിടാനായിട്ട് അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് ഏതായാലും മകന് ഈ സഭയിലെ വലിയൊരു വിശുദ്ധനും വേദപാരകനാണ് വിശുദ്ധ അഗസ്റ്റിൻ. അപ്പോൾ 33 വയസ്സിലാണ് മാംസാസികൾ, അവരെ ക്രിസ്ത്യാനി ആയിരുന്നില്ല, കാരണം ജാതീയനായിരുന്നു. അപ്പോൾ അവിടുത്തെ അന്നത്തെ രീതിയൊക്കെ അനുസരിച്ച് ഒരു സ്ത്രീയൊക്കെ കൂട്ടി അതിലൊരു മകനുണ്ടായിരുന്നു. അതാണ് അധികബാപ്തൂസ്. ഇതെല്ലാം കഴിഞ്ഞ് മിലാനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അമ്മയും മകനും കൂടെ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ അഗസ്റ്റിന്റെ ഭാര്യയും കൊച്ചും ഒക്കെ ഉണ്ട്. അപ്പൊ അവരങ്ങനെ താമസിക്കുന്ന അവസരത്തിൽ അമ്മ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവന് വിശ്വാസത്തിലേക്ക് വന്നില്ല, അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. ഇപ്പൊ മിലാനിലെ അന്നത്തെ ബിഷപ്പ് വിശുദ്ധ അംബ്രോസ് ആണ്. അംബ്രോസ് സഭാപാലകന്മാരിൽ ഒരാളാണ്. വിശുദ്ധ അംബ്രോസ്, ജെറോം, വിശുദ്ധ അഗസ്റ്റിൻ ഇവരാണ് വെസ്റ്റേൺ പാശ്ചാത്യ സഭയിലെ സഭാപിതാക്കന്മാർ. നിരവധി ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയവരാണ്. അപ്പൊ ഈ മകന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മരിച്ചു. അപ്പൊ ഈ അമ്മ ഈ മെത്രാന്റെ അടുത്ത്, അംബ്രോസ് മെത്രാന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഈ മകൻ, താമ്പൂന്നിയായ മകൻ വിശ്വാസത്തിലേക്ക് വരുന്നില്ല, മാംസാസ്വീകരിക്കുന്നില്ല, എങ്ങനെ താമ്പൂന്നിയായി ജീവിക്കുക. അപ്പോള് ആ മെത്രാൻ പറഞ്ഞു, പുണ്യവാനായ മെത്രാൻ പറഞ്ഞു, ഈ നിന്റെ കണ്ണുനീരിന്റെ ഈ മകൻ ഒരിക്കലും നശിക്കുകയില്ല എന്നുള്ള ഉത്തരവാണ് പറയുന്നത്. കണ്ണീരിന്റെ മകൻ നീ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുക. കണ്ണുനീരിന്റെ മകൻ ഒരു കാലത്തും തടയുകയില്ല, നശിച്ചു പോവുകയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അഗസ്റ്റിൻ മനസ്സാന്തരപ്പെടുന്നുണ്ട്. മനസ്സാന്തരം ഒരു വലിയ പ്രക്രിയ. തിന്മയിൽ നിന്നും, തെറ്റായ കീഴ്വഴക്കങ്ങളിൽ നിന്നും, മദ്യപാനാണെങ്കിലും ലഹരിയിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, അതുപോലെ തെറ്റായ തർക്കദോഷങ്ങളിൽ നിന്നും, ലൈംഗികതയിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. നീണ്ടു നിൽക്കുന്ന ത്യാഗം ആവശ്യമുണ്ട്, പരിശ്രമം ആവശ്യമുണ്ട്, പ്രാർത്ഥന ആവശ്യമുണ്ട്. അവസാനം അഗസ്റ്റിനപ്പ ഇന്ന് പറ്റിയല്ല, നാളെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുക. മനസ്സാന്തരം നാളെ കുറച്ച് കഴിഞ്ഞിട്ട് പല മനുഷ്യർ ചിന്തിക്കുന്നത് മരിക്കുന്ന സമയത്ത് കിടക്കുമെന്ന് മനസ്സാന്തരപ്പെട്ട് കളയാം, നല്ല ഉപസാരമൊക്കെ നടത്തി സ്വർഗത്തിലേക്ക് പോകാം, അതുവരെ ഇഷ്ടം പോലെ ജീവിക്കാമെന്നൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ മനുഷ്യന്റെ ജീവിതത്തിന്റെ പരിസമാപ്തിയൊന്നും ആർക്കും പൂർണ്ണമായിട്ടും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് കഴിഞ്ഞ് അഗസ്റ്റിൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോളയിലെ ചെയ്യുന്ന ഒരു ദർശനം ഉണ്ടായി. അതനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥം വായിച്ചപ്പോൾ തെറ്റായ തിന്മയുടെ അന്ധകാരത്തിന്റെ പ്രവർത്തികളിൽ നിന്നും മാറി നന്മയുടെ പ്രവർത്തന ശൈലി സ്വീകരിക്കണം, നന്മയിലേക്ക് കടന്നു വരണം. അങ്ങനെയുള്ളവരെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ഇപ്പോൾ തിന്മകളുടെ കുറെ എണ്ണമൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പൗലോസ്ലീഹയുടെ ലേഖനമാണ്, അങ്ങനെയുള്ളവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സാന്തരത്തിലേക്ക് അദ്ദേഹം പിന്നീട് കടന്നു വരുന്നുണ്ട്. അദ്ദേഹം അതേപ്പറ്റി ധ്യാനിച്ചു, അംബ്രോസുമായിട്ട് കൺസൾട്ട് ചെയ്തു. അംബ്രോസ് മെത്രാൻ അദ്ദേഹത്തെ മാംസാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മകൻ ആ കാലഘട്ടത്തിൽ മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ടൊരു സന്യാസിയാകാണ്. അത് കഴിഞ്ഞിട്ട് വൈദികനാവുകയാണ്. അത് കഴിഞ്ഞ് മെത്രാനാവുകയാണ്. നിരവധി പുസ്തകങ്ങൾ എഴുതി സഭാ പണ്ഡിതനായി. സഭയുടെ അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് കൺഫെഷൻസ്. അത് ആ പുസ്തകത്തിന്റെ പേര് ഏറ്റുപറച്ചിരുന്ന കൺഫെഷൻസ്. സ്വന്തം ആത്മകഥ എഴുതിയിരിക്കുകയായിരിക്കുന്നത് പോലെ ആത്മകഥയിൽ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ്.
മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ദൈവം പറയുന്നുണ്ട് ആത്മകഥയിൽ. ദൈവമേ അങ്ങേയ്ക്കായിട്ട് എന്നെ സൃഷ്ടിച്ചു, ഇങ്ങനെ വിലയം പ്രാപിക്കുന്നവരെ എന്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കുമെന്നുള്ള പ്രസിദ്ധമായ വചനമുണ്ട്. ദൈവം വീണ്ടും പറയാണ്, നോവരിന്മേ നോവരിന്തേ, ഞാൻ എന്നെ അറിയട്ടെ, ഞാൻ നിന്നെയും അറിയട്ടെ എന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥന പറയുകയാണ്. ഞാൻ എന്നെ അറിയട്ടെ, ഞാൻ ഇതുപോലെ എന്നെ അറിയട്ടെ, നിന്നെയും അറിയട്ടെ എന്ന് പറയുന്നുണ്ട്. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്നതാണ് അഗസ്റ്റിന്റെ ആത്മകഥ. അതിലൊന്നും മറച്ചു വെച്ചിട്ടില്ല. തന്റെ ജീവിതത്തിലെ കോട്ടങ്ങളും തിന്മകളും തെറ്റായിട്ടുള്ള ജീവിതശൈലിയും ഒക്കെ ഏറ്റുപറയുന്നുണ്ട്. അമ്മയെ പറ്റി നല്ലത് പറയുന്നുണ്ട്. വളരെ ക്ലാസിക്കലായിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ അഗസ്റ്റിന്റെ ഏറ്റുപറച്ചിൽ. ഇന്നും ആളുകൾ വായിക്കുന്ന ഒരു പുസ്തകമാണ്. അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നു. അദ്ദേഹം പിന്നീട് സന്യാസിയായത് കഴിഞ്ഞിട്ട് ഇപ്പോഴേ ആദിമസഭയുടെ സാഹചര്യങ്ങളാണെന്ന് ഓർമ്മിക്കണം. ആ സാഹചര്യങ്ങൾ അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതി. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ സഭയുടെ വളർച്ചയിൽ സഹായിച്ചിട്ടുണ്ട്. സെന്റ് പോൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സഭയെ സഹായിച്ച പഠനങ്ങളും പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ അഗസ്റ്റിൻ്റെതാണ്. അതുകൊണ്ടാണ് അഗസ്റ്റിനെ സഭാപാലകനായിട്ട് സഭാ പിതാവായിട്ട് പാശ്ചാത്യ റോമൻ സഭയിലെ പാശ്ചാത്യ സഭയിലെ സഭാപിതാവായിട്ട് അദ്ദേഹത്തെ ഉയർത്തിയിരിക്കുന്നത്. അദ്ദേഹം മരണത്തെ പറ്റി പറയുന്നുണ്ട്. അപ്രതീക്ഷിതമായ മരണം വഹിച്ചുകൊണ്ട് കിടക്കുന്ന മനുഷ്യൻ എന്നാണ് മരണത്തെ പറ്റി പറയുന്നത്. കാരണം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മരണം. ആ മരണം നമ്മുടെ ജീവിതത്തോട് ഉൾച്ചേർന്നതാണെന്നാണ് അഗസ്റ്റിൻ പറയുന്നത്. അഗസ്റ്റിൻ പറയുകയാണ്, നാഥനായി ഭർത്താവിനെ ആദരിച്ച അമ്മയെ പറ്റി പറഞ്ഞു. സ്നേഹത്തോടെ ആദരവോടെ ഒരിക്കലും എതിർത്ത് സംസാരിച്ചില്ല. അദ്ദേഹം ആത്മകഥയിൽ പറയുന്നതിനാണ് ശാന്തതയോടെ സംസാരിച്ച, ഭർത്താവിനെ മാനിച്ച, ഭർത്താവിനെ സ്നേഹിച്ച നല്ല അമ്മ എന്നാണ് മോനിക്കയെ പറ്റി പറയുന്നത്. സ്ത്രീകളോട് മോനിക്കയ്ക്ക് പറയാനുള്ളതാണ്, നിങ്ങളുടെ നാവിനെ കുറ്റപ്പെടുത്തുക. സ്ത്രീകളോട് പറയുന്നത് ഇതാണ്, നിങ്ങളുടെ നാവിനെ കുറ്റപ്പെടുത്തുക. ഭർത്താവിന് സമാധാനവും സ്വസ്ഥതയും കൊടുക്കുക. വിശുദ്ധ അഗസ്റ്റിന്റെ മനസ്സാന്തരം 33-ാം വയസ്സിലാണ് അദ്ദേഹം മാംസം സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ സന്തോഷത്തിനെല്ലാം സാക്ഷ്യം വഹിച്ച മോനിക്ക 12 വർഷത്തിനുള്ളിൽ നിര്യാതയായി. റോമാക്കാർക്കുള്ള ലേഖനത്തില് പൗലോസ് പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. റോമൻസ് 8:28 പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് ലഹരിയുടെ അതിപ്രസരമുള്ള ഒരു കാലഘട്ടമാണ്. മാതാപിതാക്കൾ മക്കളെ അവരുടെ ഭാവിയെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്ന കാലഘട്ടമാണ്. മക്കളെ പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അകലങ്ങളിലേക്ക് അയക്കുമ്പോൾ അവർ തെറ്റായ കൂട്ടുകെട്ടുകളിൽ വീഴുമോ, മയക്കും മദ്യത്തിലേക്ക് അഡിക്റ്റ് ആകുമോ എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട്. നമ്മുടെ നാട്ടിൽ ലഹരിയുടെ അതിപ്രസരമുണ്ട്. 10,000-ഓളം ആളുകളെ അടുത്ത കാലങ്ങളിലായിട്ടൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പത്രത്തിൽ വായിച്ചത്. MDMA തുടങ്ങിയ രാസ ലഹരികള് അത് നമ്മുടെ നാട്ടില് സുലഭമായിട്ടുണ്ട്. അതുകൊണ്ടാണ് 10,000 പേരെയൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലഹരിക്ക് അടിമയായ, ലഹരി എന്ന് പറയുന്നത് മദ്യാനം പറഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ പത്രത്തിൽ വായിച്ചു, ഒരു സ്കൂൾ പ്രിൻസിപ്പളിനെ, ലേഡി പ്രിൻസിപ്പളാണ്, മാഡമാണ്. മാഡം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ അമിതമായിട്ട് പണം ചെലവാക്കുന്നത് ചോദിച്ചു. പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി രൂപ ചെലവാക്കുന്നുണ്ടെന്നും കയ്യിലുണ്ടെന്നും ഒക്കെ മനസ്സിലായി. പിന്നെ അതിനെതിരായിട്ട് നടപടി എടുക്കുകയോ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്ത് കാണുമായിരിക്കും. ഏതായാലും അവനും വേറെ കൂട്ടുകാരനും കൂടി മാഡത്തിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം തരിക. ആദ്യം കഴിയാതെ ഒരു ദിവസം
വിദ്യാർത്ഥികളായപ്പോൾ വാതിലെല്ലാം തുറന്നു. അപ്പോൾ അവിടെ ഈ രണ്ടു പിള്ളേർ കത്തിയായിട്ടായിരുന്നത്. തെലങ്കാനയിലാണ് തോന്നുന്നു, കേരളത്തിലല്ല. 27 കുത്തി എന്നാണ് റിപ്പോർട്ട്. അങ്ങനെ രണ്ടുപേരും കൂടി കുത്തി ആ മാടത്തിനെ കൊന്നു എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ സ്കൂളിലെ കളക്ഷൻ ഉണ്ടായിരുന്ന പൈസയും തട്ടിപ്പോയി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാ. അപ്പൊ അങ്ങനെയുള്ള അതിക്രമങ്ങളൊക്കെ ഇവര് മദ്യപാനത്തിന് അഡിക്റ്റ് ആയിരുന്നതാണ്. മദ്യപാനികളായിരുന്നു, ലഹരിയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ കുടിച്ചിട്ടായിരിക്കും, ധൈര്യം കിട്ടാൻ വേണ്ടി കുടിച്ചിട്ടായിരിക്കും ഈ മാടത്തിന്റെ വീട്ടിലേക്ക് ചെന്നത്. മാടത്തിന്റെ ഭർത്താവ് ജോലിക്കാരനാണ്. അയാള് ഭാര്യയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നത്. അപ്പോഴ് വീണ്ടും ഫോൺ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അയൽവാസികളെ പരിചയക്കാരെയൊക്കെ വിളിച്ചിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഭാര്യയെ കുത്തിയിട്ട് മരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ ചുരുക്കമായിട്ടൊക്കെ നടക്കാറുണ്ട്. പഴയ കാലങ്ങളിലും ഉണ്ടായിരുന്നു. പണ്ട് കാലങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ പുതുമയാണെന്ന് പറയാൻ പറ്റില്ല, എങ്കിലൊന്നും നടക്കാൻ പാടില്ല. പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വടക്കേ ഇന്ത്യയിലൊക്കെ പിള്ളേർ പരിശീലിക്കുമ്പോൾ പിച്ചാതിയായിട്ടായിരിക്കും പണ്ട് കാലത്ത്. ഇപ്പോഴൊന്നും അറിയത്തില്ല പിച്ചാതി. അപ്പൊ അധ്യാപകരെ കോപ്പി അടിക്കുന്നത് പിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഇതാണ്, നിങ്ങൾ കോപ്പി അടിക്കുന്നത് പിടിച്ചു കഴിഞ്ഞാൽ ഈ കത്തിരികളിൽ പോകണം. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. എങ്കിലും ഇന്ന് ലഹരിയുടെ അതിക്രമങ്ങൾ, അതുപോലെ ഈ ധാർമ്മികത, ഇങ്ങനെയുള്ള ചിന്തകൾ, ഈ മനുഷ്യന് ആവശ്യമുള്ളത് അച്ചടക്കം ആവശ്യമുണ്ട്. അച്ചടക്കം, ഉപവാസം ആവശ്യമുണ്ട്. ഈ സഭയിൽ ഇതെല്ലാം വെച്ചിരിക്കുന്നതിനാണ് അച്ചടക്കവും ഉപവാസവും. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടിയാൽ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അച്ചടക്കവും അതുപോലെ പരസ്പരം അംഗീകരിക്കലും ത്യാഗവും ഇല്ലാതെ ഒരു ജീവിതവും കൊണ്ടുപോവുകയില്ല. മോനിക്ക കുടുംബത്തെ രക്ഷിച്ചത് എങ്ങനെയാ? ഇന്നത്തെ രീതിയിലാണെങ്കിൽ മോനിക്ക ഡൈവോഴ്സിന് പട്ടീഴ്സിന് കേസ് കൊടുത്തത് ഇയാൾക്ക് ക്ഷിപ്രകോപിയ, അയാളോടെ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല, ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് ഡൈവോഴ്സിന് കേസ് കൊടുത്തിട്ട് പിരിഞ്ഞ് സൗകര്യമായിട്ട് ജീവിക്കാൻ ഇന്നത്തെ പല പെൺകുട്ടിമാരും അങ്ങനെ ജീവിക്കുന്നവരും കേസ് കൊടുക്കുന്നവരും തല്ലിപ്പിക്കുന്നവരും ഒക്കെയുണ്ട്. പക്ഷെ അവള് സുദീർഘമായിട്ട് നമ്മുടെ പഴയ അമ്മമാരൊക്കെ ഈ മോനിക്കായ പോലെയായിരുന്നു. കുടിയേറ്റത്തിന്റെ നാളുകളിൽ ഇവിടെ നിങ്ങൾ ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ ഇപ്പൊ ഭർത്താവിനെ മാനിക്കുന്നവരും സ്നേഹിക്കുന്നവരും നന്മ ചെയ്യുന്നവരും പിള്ളേരെ സ്നേഹിക്കുന്നതും ഒക്കെയാണ്. അങ്ങനെയുള്ള വലിയൊരു തലമുറ നമുക്കുണ്ടായിരുന്നു. പുതിയ തലമുറയ്ക്ക് ആ പരിശീലനം കൊടുക്കുന്നതിൽ പഴയ തലമുറ പരാജയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കൂടിക്കൂടി വരുന്ന വിവാഹമോചന കേസുകൾ കാണിക്കുന്നത്. അച്ചടക്കമില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. ഒരാൾ തന്നെ ജീവിച്ചു കഴിഞ്ഞാൽ ആരോടൊന്നും ചോദിക്കേണ്ട, കഞ്ഞി വെക്കോ വെക്കാതിരിക്കുകയോ കുടിക്കുകയോ ഇരുന്നാൽ മതി. എന്നാലൊരു ജീവിത പങ്കാളി കൂടെയുള്ളപ്പോൾ അവരെ മാനിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് ശരീരവും മനസ്സും ഒക്കെയുണ്ട്. ഇപ്പൊ നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ മാന്യത കാണിക്കുകയും അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും എന്നോടൊപ്പം ജീവിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അവരെപ്പറ്റി നല്ലത് പറയുകയും മാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പ്രസന്നവതനായിട്ട് പെരുമാറാനായിട്ട് സ്ത്രീകൾക്ക് കഴിയും. അതുപോലെ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരെ അവരെ മാനിക്കണം, അതവരെ പറ്റി ചിന്തിക്കണം, അവരെ പറ്റി നല്ലത് പറയണം, അവർക്ക് നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. ഇക്കാലഘട്ടത്തിൽ 2 കൂട്ടരും ആഹാരം ഉണ്ടാക്കണം. എങ്കിലും നമ്മുടെ ഇന്നത്തെ ഇവിടെയൊക്കെയുള്ള കാലഘട്ടത്തിൽ ഭാര്യമാർക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ അവരാണ് ആഹാരങ്ങളൊക്കെ കൂടുതലും ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയായിട്ട് ത്യാഗമില്ലാതെ ജീവിതം പോയില്ല. ഉപവാസം, അതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിലും മധുരമില്ലാത്തതാണെങ്കിലും പാവയ്ക്കയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തത് കുട്ടികളും വലിയവരും കഴിക്കണം. അതുപോലെ ഉപവാസത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. എന്നാലെയുള്ള അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. അപ്പൊ അത് ത്യാഗത്തിന്റെ ജീവിതശൈലി, അത് നമ്മുടെ മക്കൾക്കും കൊടുക്കണം. അത് അവരുടെ ജീവിതത്തിന് ആവശ്യമാണ്. അധ്വാനവും ത്യാഗവും. പ്രായമായി കഴിയുമ്പോൾ എല്ലാവരും നമ്മളെ മാനിക്കണമെന്നില്ല, നമ്മുടെ പിള്ളേരെ മാനിക്കുകയില്ല. അപ്പോൾ അങ്ങനെ മാനിക്കാത്ത സാഹചര്യങ്ങളിലും ഇഷ്ടമില്ലാത്ത ആഹാരങ്ങൾ കഴിക്കേണ്ട സാഹചര്യങ്ങളിലും ഒക്കെ എല്ലാം ചെയ്യാൻ കഴിയണമെങ്കിൽ പരിഹാരത്തിന്റെയും അച്ചടക്കത്തിന്റെയും ജീവിതശൈലി നമ്മൾ പഠിപ്പിച്ചേ തീരൂ. യാക്കോബ് ശ്ലീഹ പറയുന്ന വചനം കൊണ്ട് നിർത്തുകയാണ് 4:6. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു.
അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ മുഖമുദ്രയായിട്ടിരിക്കേണ്ടത് എളിമയും ശാന്തതയുമാണ്. അവിടെ നമ്മൾ ദീപപ്രഭ പറഞ്ഞു.